UDF-നെ കടന്നാക്രമിക്കാൻ LDF എന്നും ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം. BJP-യും LDF-ഉം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടി LDF-നെ പിന്തുണയ്ക്കാമെന്ന് പ്രഖ്യാപിച്ചാൽ ആ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ LDF തയ്യാറാകുമോ? നേമത്തെ LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടിയോടക്കം ഇന്ന് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലും കൃത്യമായ പ്രതികരണം കിട്ടിയില്ല. MG പ്രദേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. MG പ്രദേശ് ഈ 5 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ രഹസ്യനോട് ചോദിക്കുകയായിരുന്നു, ഔദ്യോഗികമായ എന്തെങ്കിലും പ്രതികരണം കിട്ടിയോ എന്ന്. നിലവിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ, ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞതല്ലാതെ ഒരു ഔദ്യോഗികമായ പിന്തുണ പ്രഖ്യാപനം വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായും V. ശിവൻകുട്ടി അടക്കം പ്രതികരിക്കേണ്ടി വരും. വെട്ടിലാകുമോ? മാധു, ഇക്കാര്യത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം UDF വെൽഫെയർ പാർട്ടി ബന്ധം വലിയ രാഷ്ട്രീയ ആയുധമായി LDF ഉപയോഗിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് BJP-ക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDF-നെ പിന്തുണയ്ക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് വെൽഫെയർ പാർട്ടി എത്തുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ LDF അവിടെ മത്സരിക്കുന്ന നേമത്തെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. നിലവിൽ നമ്മൾ അനൗദ്യോഗികമായി തന്നെ അവരോട് സംസാരിക്കുമ്പോൾ ഇതിൽ വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പുറത്തു വരട്ടെ എന്നുള്ള മറുപടിയാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും അത് വളരെ കരുതലോട് കൂടിയായിരിക്കും എന്തായാലും LDF സ്വീകരിക്കുന്നത്. അത് നേമത്തെ സംബന്ധിച്ച് ഈ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ത്രികോണ മത്സരമെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ പ്രധാനമായും ഈ BJP-യും CPM-ഉമാണ് നേമത്തെ പ്രധാനപ്പെട്ട എതിരാളികൾ. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി നേമത്തെ അത്തരത്തിലൊരു പിന്തുണ നൽകുകയാണ് എങ്കിൽ അത് ഏത് തരത്തിൽ ആ പിന്തുണ സ്വീകരിക്കണമോ അല്ലെങ്കിൽ തള്ളണമോ എന്ന കാര്യത്തിൽ പാർട്ടി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അല്ലാതെ ശിവൻകുട്ടി സ്വന്തം നിലയിൽ ഒരു മറുപടി പറയാനുള്ളൊരു സാധ്യത എന്തായാലും ഇപ്പോൾ കാണുന്നില്ല. കാരണം അത് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ ഏതെങ്കിലും തരത്തിൽ അത് തിരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പുറത്തു വന്ന ശേഷമായിരിക്കും CPM അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ആ പിന്തുണ വേണമോ വേണ്ടയോ എന്ന കാര്യം പറയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തള്ളിക്കളയാനുള്ളൊരു സാധ്യത ഇല്ല. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ UDF-നെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകാനാണ് നിലവിൽ CPM-ഉം V. ശിവൻകുട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. മാധു. ഓക്കെ, MG പ്രദേശാണ് വിവരങ്ങൾ നൽകിയത്. സ്വാഭാവികമായും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ തീരുമാനമുണ്ടാകും. അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കുകയും ചെയ്യാം.